നമ്മൾ ഹൈറ്റ് ചാടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റെപ്പ് എടുക്കാം. നമ്മൾ ഹാഫ് ഹാൻഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റെപ്പ് എടുക്കാം. അത് വളരെ പൊക്കത്തിലെ ഹൈറ്റ് വലുതായിട്ട് പോകാത്തത്. ഹൈറ്റ് കൂടുന്തോറും നമ്മുടെ സ്റ്റെപ്പിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ നോർമലി ഈ പൊസിഷനിൽ നിന്ന് ഒരു നമുക്കൊരു ലൈൻ എടുക്കാം, ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ലൈൻ എടുക്കാം. അതുപോലെ തന്നെ ഈ പൊസിഷനിൽ നിന്നിട്ട് നമുക്ക് ഒരു കൈ അകലം എടുത്ത് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ചാടാം. അതുപോലെ തന്നെ പ്രധാനമാണ് കർവ്. നമുക്ക് കർവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഹൈറ്റിലേ നമ്മൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി അടുത്തൊരു ലെവലിലേക്ക് മാറേണ്ട സമയം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു കർവ് എടുത്തിട്ട് വേണം നമ്മൾ ഓടി വരാൻ വേണ്ടി. ഹൈറ്റ് കൂടുന്തോറും നമ്മൾ കർവ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ കർവ് എടുക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ബാറിനപ്പുറത്തേക്ക്